വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി അവൻ അവരെ അയച്ചു. ഈശോയാൽ അയക്കപ്പെടുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങളാണ് ദൈവരാജ്യം പ്രസംഗിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും എന്നുള്ളത്. സ്വർഗരാജ്യം എന്നത് ദൈവം ഭരിക്കുന്ന രാജ്യമാണ്. അവിടെ ദൈവമാണ് രാജാവ്. രാജാവിനെ അനുസരിക്കുവാനും ശ്രവിക്കുവാനും കടമയുള്ളവരാണ് രാജ്യത്തിലുള്ള എല്ലാവരും. ദൈവത്തെ എല്ലായ്പ്പോഴും ശ്രവിച്ച് അവൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളുമായി താരതമ്യം ചെയ്ത് അവസാനം നമ്മുടെ ചിന്തകൾ അവൻ്റെ ചിന്തകളാക്കി മാറ്റണം. ചില നേരങ്ങളിൽ സ്വന്തം ചിന്തകൾ നമ്മെ വഴിതെറ്റിച്ചേക്കാം. ചിന്തകൾ ദൈവത്തിൻ്റെ ആണോ എന്നറിയാനുള്ള ഏക വഴി എന്നുള്ളത് സുവിശേഷത്തിലെ ഈശോയെ അടുത്തറിയുകയാണ്. 2-ാമതായി രോഗികളെ സുഖപ്പെടുത്തണം. രോഗങ്ങൾ പലവിധമുണ്ട്. ശാരീരികമായ, മാനസികമായ, ആത്മീകമായ, സാമൂഹികമായ രോഗങ്ങൾ. രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ളത് ഈശോയുടെ കൽപ്പനയാണ്. പലവിധ കാരണങ്ങളാലും അന്തസ്സ് നഷ്ടമായ മനുഷ്യർക്ക് അർഹമായ അടിസ്ഥാന ആവശ്യങ്ങൾ ആകുന്ന സൗഖ്യം നൽകി സമൂഹത്തിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നത് ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും കടമയാണ്. തൊട്ടുകൂടായ്മ എന്ന അരാജകത്വം അവസാനിപ്പിച്ച് എല്ലാവരിലേക്കും ഇറങ്ങിച്ചെല്ലേണ്ടവരാണ് നമ്മൾ എന്ന ബോധ്യം എല്ലായ്പ്പോഴും നമുക്കുണ്ടാവണം. എപ്പോഴും ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും സൗഖ്യദായകമായി മാറണം. മറ്റുള്ളവരുടെ മനസ്സിനും ശരീരത്തിനും മുറിവ് കൊടുക്കുന്നവരാകാതെ സൗഖ്യം കൊടുക്കുന്ന ഔഷധമായി നമ്മുടെ പ്രവൃത്തികളെ രൂപാന്തരപ്പെടുത്തണം.